ദോഹയിൽ നിന്നും സേതുമാധവൻ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ സേതുമാധവൻ, നിലവിലെ അവസ്ഥ എന്താണ്? എന്തെങ്കിലും പുതിയ അറിയിപ്പുകൾ നിങ്ങൾക്കൊക്കെ ലഭിച്ചിട്ടുണ്ടോ? പറയൂ. കറന്റ്ലി ഖത്തർ ഗവൺമെന്റ് ഒരു ടൗൺ ഒന്നും വലിയ വിഷയങ്ങളില്ല, പ്രശ്നങ്ങളൊന്നുമില്ല എന്ന രീതിയിൽ ഒരു വാർത്താക്കുറിപ്പ് വന്നിട്ടുണ്ട്. എല്ലാം ഇവിടെ നോർമലാണ്. വലിയ പാനിക് സിറ്റുവേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ആ ഒരു ഫസ്റ്റത്തെ ഒരു ഹാഫ് ആൻ അവർ എല്ലാവരും പാനിക്കായി, എന്താ സംഭവിക്കുന്നതെന്ന് അറിയാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ബട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാം നോർമലായിരുന്നു, വലിയ വിഷയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നാണോ നിങ്ങളെ അറിയിക്കുന്നത്? അതെ 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 ഇവിടെ പാനിക് സിറ്റുവേഷൻസ് ഒന്നുമില്ല. ഓൾറെഡി ഗവൺമെന്റ് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു, വലിയ വിഷയങ്ങളൊന്നുമില്ല, എല്ലാം സേഫ് ആണ്, എല്ലാവരും സേഫ് ആണെന്നുള്ള കാര്യം. കൂടുതലായിട്ട് മറ്ററിയിപ്പുകളോ മറ്റെന്തെങ്കിലും ശ്രദ്ധിക്കണം തുടങ്ങിയ എന്തെങ്കിലും അറിയിപ്പുകൾ ഇപ്പോൾ എംബസി വഴിയോ മറ്റോ ഒക്കെ നിങ്ങളെ അറിയിക്കുന്നുണ്ടോ? ഇല്ല, ഇന്ത്യൻ എംബസിയൊന്നും വന്നിട്ടില്ല. ഖത്തറിന്റെ ന്യൂസ് ചാനൽസിലും ഖത്തറിന്റെ അറിയിപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ടൗൺ നമ്മുടെ ദോഹ സിറ്റി, നമ്മളിപ്പോ ദോഹയിലാണുള്ളത്, ദോഹ സിറ്റി സേഫ് ആണ്, പാനിക് ആവേണ്ട സിറ്റുവേഷൻസ് ഒന്നും ഇല്ല എന്നുള്ള രീതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. തുടക്കത്തിലെ ആ ഒരു ആക്രമണ സമയത്തെ ആശങ്ക മാത്രമേ ഉള്ളൂ, അതിനപ്പുറത്തേക്കൊന്നും ഇല്ല എന്നുള്ള ആശ്വാസകരമായ വിവരമാണ്. കാരണം കഴിഞ്ഞ ഒരു 2 മാസം മുമ്പ് ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ആണോ ബാക്കി നമുക്ക് അറിയില്ല, എന്താ സംഭവിക്കുന്ന ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് കഴിഞ്ഞെല്ലാം നോർമൽ ആയിരുന്നു, നമുക്ക് വലിയ പാനിക് ആവേണ്ട സിറ്റുവേഷൻ ഉണ്ടായിരുന്നില്ല. ശരി, എന്തായാലും കേട്ടതിലും ഒരു ആശ്വാസം. കൂടുതൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളൊരു വിവരം അവിടെയുള്ള ഓരോ ജനങ്ങൾക്കും അറിയിക്കുന്നു എന്നാണ് അറിയുന്നത്. സേതുമാധവനാണ് ദോഹയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കാരണം ആശങ്കപ്പെടുന്ന ഒരു കാര്യം, മലയാളികൾ ഉൾപ്പെടെ നിരവധി പേരുണ്ട്, അവരുടെ സാഹചര്യം എന്താണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾക്ക് അറിയേണ്ടതായിട്ടുണ്ട്. ആ രീതിയിൽ കൂടുതൽ അറിയിപ്പുകളൊന്നും നൽകുന്നില്ല. തുടക്ക സമയത്തെ ആ ഒരു പ്രശ്നം മാത്രമേ മുന്നിൽ ഉണ്ടായിരുന്നുള്ളൂ, അതിനുശേഷം പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല, ആശ്വാസകരമാണ് എന്നുകൂടിയാണ് സേതുമാധവൻ ദോഹയിൽ നിന്ന് നമ്മളെടുത്ത് പറഞ്ഞത്.